ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തക്കടോ ഹായ്. തക്കടിന് എന്ത് തോന്നുന്നു ഈ സ്ഥലം കണ്ടിട്ട്? നല്ല അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം. അപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞല്ല അടിപൊളി സ്ഥലം എന്നല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വളരെ തൊട്ടടുത്താണ് അല്ലേ? നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ താഴെയാണ്, ഒരു 3/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് അല്ലേ? അതായത് ടൗണിൽ നിന്ന് വളരെ അടുത്ത് നമ്മുടെ ഹൈവേയിൽ നിന്ന് പാലക്കാട് കോഴിക്കോട് ഹൈവേ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞത് ഒരു 400-500 മീറ്റർ ഉണ്ടാവും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗാന്ധിനഗർ കോളനിയിലാണ് അല്ലേ? ഗാന്ധിനഗർ കോളനിയിലെ അതിമനോഹരമായ ഒരു പ്രദേശത്താണുള്ളത്. ധാരാളം വീടുകളാണ്, നിരവധി വീടുകൾ അല്ലേ? ചെറുതും വലുതുമായിട്ട് നിരവധി വീടുകളാണ്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വന്നത്. അപ്പോൾ ഒരു ഗാന്ധിനഗർ കോളനി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 125ഓളം ഫാമിലികൾ വീടുകളൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു അടിപൊളി ഏരിയ തന്നെയാണ്. അവിടെയുള്ള ഒരു കണ്ണായ സ്ഥലം അല്ലേ? ഒരു പച്ച പുതപ്പ് വിരിച്ച് കിടക്കുന്ന പോലെ അല്ലേ? എന്ത് രസമാണ് കാണാനല്ലേ? ഈ അടുത്ത് തന്നെ നമ്മളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് വീണ്ടും 2 മഴ പെയ്തപ്പോൾ വീണ്ടും പച്ചപ്പാർന്ന് കിടക്കുകയാണ്. എന്തായാലും 12 സെൻറ്റ് സ്ഥലം നല്ല രീതിയിൽ 1-2 വീടൊക്കെ കെട്ടാൻ പറ്റിയ രീതിയിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും മുറിച്ച് 5 സെൻറ്റ് 3 സെൻറ്റൊക്കെ തരുമെന്ന്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു 12 സെൻറ്റ് ഒരുമിച്ചാണ് കൊടുക്കാൻ പറ്റുക അല്ലേ? അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ? കേന്ദ്രീയ വിദ്യാലയം KV വളരെ അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്കൂൾ അടുത്താണ്. പുതുപ്പിരാർ സ്കൂൾ അടുത്താണ്. പുതുപ്പിരാർ നമ്മളവിടെ നിന്നൊക്കെ പിള്ളേർ വന്ന് പഠിക്കുന്നത് പുതുപ്പിരാർ സ്കൂള്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ നിയറസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലുകൾ ഒലവക്കോട് ധാരാളം ഹോസ്പിറ്റലില്ലേ? അച്യുതമേനോൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റൽ, സായ് ഹോസ്പിറ്റൽ, പിന്നെ അല്ലേ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് അല്ലേ? KR ബേക്കറി മുതൽ എല്ലാം. നമ്മൾ BRM ബേക്കറി ഏറ്റവും ഫേമസ് ഒലവക്കോട്ടിലല്ലേ? ഏത് സമയത്ത് പോയാലും ചൂട് പപ്സും ചായയും. അപ്പോൾ അടിപൊളി ഏരിയയാണ്. അതായത് നമ്മൾ അടിപൊളി എന്ന് വെറുതെ പറയുന്നതല്ല, വന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഷെഫ്നാക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു? ഒന്ന് ഇറങ്ങി നോക്കിയാലോ അല്ലേ? പച്ചപ്പാണ്, സൂക്ഷിക്കണം. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ആഹാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര കാടും തൊടിയൊന്നുമില്ല ഇല്ല, ഒരു ചെറിയൊരു പച്ചപ്പ്. അപ്പോൾ പുറകിൽ റെയിൽവേയുടെ ഒരു ഇതുണ്ട് അല്ലേ? ഒരു റൂട്ട്, ഒരു ട്രാക്ക് പോകുന്നുണ്ട്. സുഖല്ലേ? ഓ, നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ വന്നത്. ഏതാ? ആ, പത്തിരിപ്പാല കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരി. നമ്മൾ മിക്ക ദിവസങ്ങളും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വീഡിയോ കാണിക്കും, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെ. അപ്പോൾ ഒരു 12 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ, നല്ല ചുറ്റും നമുക്ക് അതിരൊക്കെ ക്ലിയർ ആണ്, കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ വേറെന്താ ഷെഫിനൊക്കെ എന്ത് തോന്നണു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? ടൗണിനോട് അടുത്ത് സ്ഥലമൊക്കെ വാങ്ങി വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ടൗണിനോട് അടുത്ത് നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? പിന്നെ യാത്ര ചെയ്യാനല്ലേ, ഏത് സമയത്ത് നമുക്ക് ബസ് ഇറങ്ങിയാൽ വരുവാനും പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. സ്കൂള്, കോളേജ് അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ വളരെ അടുത്തായിട്ടുള്ള അല്ലേ, നടക്കാവുന്ന ദൂരത്തിലെല്ലാം ഉണ്ട്. പള്ളി, അമ്പലം, ചർച്ച് എല്ലാം നമുക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും വലിച്ചു നീട്ടി പരത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുതുപ്പിരാരം പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒലവക്കോടിനടുത്തുള്ള താണാവിനടുത്ത്, താണാവതൊക്കെ ഇറങ്ങി താണാ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയാൽ നടക്കാവുന്ന ദൂരമുള്ളൂ. സ്റ്റേറ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നടക്കാവുന്ന ദൂരമുള്ളൂ അല്ലേ? പുച്ചിറപ്പള്ളി കഴിഞ്ഞത് തൊട്ടടുത്ത് ഗാന്ധിനഗർ കോളനി വലിയൊരു ആർച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? അതുവഴിയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഈ ഒരു 12 സെൻറ്റ് സ്ഥലം, പിന്നെ അതിൽ ഒരു പരിസരമൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം അല്ലേ? വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇവിടെ കിണറൊക്കെ കുത്തി വെള്ളം കിട്ടില്ലേ? ഇഷ്ടംപോലെ വെള്ളം കിട്ടും, 10 അടി തോണ്ടിയ വെള്ളം കിട്ടും. അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് പറയണത്. പിന്നെ വേറെ ശല്യങ്ങളോ കള്ളന്മാരെ ശല്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒരു ഇല്ലല്ലേ? നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയിൽ എന്താ, അതൊരു ഗാന്ധിനഗർ തന്നെയല്ലേ? അവിടെ ഗൂർഗനൊക്കെ, ഇവിടെ ഗൂർഗൊന്നും ഇല്ലല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള വൃത്തിയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ 125ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലേ? അസോസിയേഷനും കാര്യങ്ങൾ ഓഫീസ് ഉണ്ട് അല്ലേ? എല്ലാവരും വളരെ സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ പോകുന്ന ഒരു കാമൺ കോയിട്ടുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ അയൽവാസികളുടെയൊക്കെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ്. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്നു കഴിഞ്ഞാൽ 2 സൈഡ് നിറയെ വീടുകളാണ്, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നിറയെ വീടുകളും മരങ്ങളും എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ അല്ലേ? ഇപ്പോൾ ഒരു ടൗൺ ആണെന്ന് വെച്ചിട്ട് മാങ്ങയൊക്കെ നമുക്കല്ലേ കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കും, മാങ്ങ, ചക്ക. അതുപോലെ തന്നെ വരുന്ന വഴിയിൽ നമ്മൾ നാളികേരങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ ലൊക്കേഷനിലുള്ള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു 12 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സെൻറ്റ് ഒന്നിന് 4,25,000 രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത്. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ? തക്കടോ എന്താണ് പറയുന്നത്? ഉടമസ്ഥൻ നേരിട്ടല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ഇടനിലക്കാരൊന്നും ആരും തന്നെ ഇല്ല. പക്ഷേ എങ്കിൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ കമ്മീഷൻ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ? എത്ര നമ്മൾ വാങ്ങിക്കാറ്? ഉടമസ്ഥനിൽ നിന്ന് 2% അല്ലേ?
ബയറിൽ നിന്ന് 1%. ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും ഈ ഒരു മനോഹരമായ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം അല്ലേ, വാട്സപ്പ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ മറന്നുപോയാൽ പറയാൻ മെയിൻ കാര്യം എന്താണ് പറഞ്ഞോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ അല്ലേ, ഈ ഒരു വീഡിയോ ലെങ്ത് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഷോർട്ട് വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട് അല്ലേ, ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ എന്തെങ്കിലും ഇനി പറയണ്ട, എന്തെങ്കിലും വിട്ടുപോയില്ല. സ്ഥലം വേണമെങ്കിൽ ഒന്നുകൂടി കണ്ടോട്ടെ അല്ലേ, സ്ഥലം എത്ര കണ്ടാലും നമുക്ക് കൊതി തീരില്ല. തീർച്ചയായിട്ടും വരാം. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സൊക്കെ വളരെ സ്നേഹമുള്ള, വളരെ സന്തോഷത്തോടെയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ പുതിയൊരു വീടും അല്ലേ, പുതിയൊരു താമസക്കാരൊക്കെ ഇവിടെ വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും പുതിയ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.